ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് 8 തരത്തിലുള്ള ചട്നിയാണ് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി നോക്കിയെടുത്ത് ഉണ്ടാക്കാമല്ലോ. ഓരോരോ വീഡിയോ ആയി നോക്കി പോകേണ്ട കാര്യമില്ലല്ലോ. ഒരു ചട്നി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ടൈം കൊടുത്തേക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഏത് ചട്നിയാണോ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് വീഡിയോ കാണാമല്ലോ. ആദ്യം ഉണ്ടാക്കുന്നത് തക്കാളി ചട്നിയാണ്. ഇത് കുറേ വർഷമായിട്ട് എൻ്റെ വീട്ടിലെ സ്ഥിരം ഒരു ഐറ്റമാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്. അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 വലിയ തക്കാളി, ഒരു സവാള, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള വെന്ത് വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റി തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ 8 ചട്നിക്കും വേണ്ടിയിട്ടുള്ള താളിപ്പ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പും മൂത്തതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയാലും നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ തക്കാളി ചട്നി ഉണ്ടല്ലോ, അതിലോട്ടേക്ക് ഈ താളിപ്പിന്ന് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിച്ചമ്മന്തി റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 സവാളയും 5 വറ്റൽമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നത് സവാളയുടെ വെള്ളം മാറാനോ അതുപോലെ കയ്പ്പ് രസം ഉണ്ടെങ്കിൽ അത് മാറാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. ചുട്ടെടുത്തതിന് ശേഷം ഇതിൽ ഉപ്പ് ചേർത്ത് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്താൽ ഉള്ളിച്ചമ്മന്തി റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് പുതിന ചട്നി റെഡിയാക്കാം. പുതിന ചട്നി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിലോട്ടേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൈപ്പിടി പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കൈപ്പിടി തേങ്ങ, 2-3 ടേബിൾ സ്പൂണ് തേങ്ങ ചേർക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പുതിനൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് 2 കൈപ്പിടിയൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചെടുത്തതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടുക് താളിച്ചതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടുത്ത പുതിന ചട്നിയും കൂടി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് റെഡിയാക്കാൻ പോകുന്നത് വെളുത്തുള്ളി വെച്ചിട്ടുള്ള ഒരു ചട്നിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗോതമ്പ് ദോശ, മൈദ ദോശ, പിന്നെ നെയ് റോസ്റ്റ് ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും സിമ്പിളാണ്. നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കുക. ഇനി നമുക്ക് പരിപ്പ് ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടി വെളിച്ചെണ്ണയിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുക. കടലപ്പരിപ്പ് തന്നെ ആണ് ചേർക്കേണ്ടത് കേട്ടോ. കടലപ്പരിപ്പ് ഒരുവിധം വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പുളി ചേർക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഒരു സവാളയുടെ 1/4 ഭാഗം, പിന്നെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായി ചോക്കിനെ വറുത്തെടുക്കാം. ഇനി ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഈ ഒരു ചമ്മന്തി നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റാണിത്. ഇനി ഇതിലോട്ടേക്ക് കടുക് താളിച്ചത് ചേർക്കാം. കണ്ടോ എത്ര സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനെന്ന്. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ മറ്റൊരു ചട്നി ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ടേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. പിന്നെ ഒരു 4-5 വറ്റൽമുളക് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. കുറച്ച് സവാള ചേർക്കാം. സവാളയുടെ 1/4 ഭാഗമാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. ഇനി കുറച്ച് പുളി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തണുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം.
ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാനിവിടെ കുറച്ച് കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെളുത്തുള്ളിൻ്റെ ചട്നിയും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എള്ളിൻ്റെ ചമ്മന്തി ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് എള്ള് നന്നായി വറുത്തെടുക്കാം. എള്ള് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർക്കാം. പച്ചമുളക് 3 ചേർക്കാം. പുളി ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതൊരു മിനിറ്റ് വറുത്തെടുക്കാം. അതിനുശേഷം ഉപ്പും കൂടി ചേർത്ത് തണുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എള്ള് ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കടുക് താളിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് മല്ലി ചട്നിയാണ്. മല്ലിയിലല്ല, മുഴുവൻ മല്ലി ഉണ്ടല്ലോ, അതിൻ്റെ ചട്നിയാണ് കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ മല്ലി എടുക്കാം. അതിലോട്ട് വറ്റൽമുളക് ചേർക്കാം. പിന്നെ പുളിയും ചേർക്കാം. എന്നിട്ട് മല്ലി നല്ല മണം വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ 8 തരം ചട്നിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.